ഹലോ കുട്ടികളെ, എല്ലാവർക്കും സ്റ്റാൻഡേർഡ് മാത്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 10th ചാപ്റ്റർ റെക്റ്റാങ്കിൾ മാത്ത് എന്നുള്ള പാഠഭാഗത്തിലെ അടുത്ത പോർഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ റെക്റ്റാങ്കിൾ ഓഫ് ഏരിയ ആൻഡ് പെരിമീറ്റർ ആസ് ബിലോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡ്രോ റെക്റ്റാങ്കിൾസ്, റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ ആൻഡ് പെരിമീറ്റർ ആസ് ബിലോ. ഏരിയയും പെരിമീറ്ററും താഴെ തന്നിട്ടുണ്ട്, സൈഡുകളുടെ അളവ് തന്നിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു അളവ് വെച്ചിട്ട് നമ്മളടുത്ത് എന്ത് പറഞ്ഞിരിക്കുകയാണ്? റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ, 14 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിരിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ കാണാൻ 2 സൈഡ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 12 വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 12 വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൺ ഇൻറ്റു 12 ആണ് അല്ലേ? പിന്നെ എങ്ങനെ വരും? 2 ഇൻറ്റു 6 12 ആണ്. 4 ഇൻറ്റു 3 12 ആണ്. അപ്പോൾ വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ? ഇനി ഇതിലത്തെ ഏതോ ഒരു അളവുകളാണ് നമ്മളുടെ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ അളവ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വരച്ച് വയ്ക്കാം. ഇനി ഏരിയ കിട്ടുമ്പോൾ ഏരിയ എത്ര വരണം? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ വരണം. എല്ലാ സൈഡുകളും കൂടെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ പെരിമീറ്റർ എത്ര വരണം? 14 സെൻറ്റിമീറ്റർ വരണം. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് നോക്കി സെലക്ട് ചെയ്യാം. നമുക്ക് 4 and 3 എടുത്ത് നോക്കാം. 4 and 3 4 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ അല്ലേ? 4 ഇൻറ്റു 3 12 ആണെന്ന് നമുക്കറിയാം. ഇവിടെ 4 അല്ലേ? 2 സൈഡ്സ് ആർ ഈക്വൽ ആണ് റെക്റ്റാങ്കിളിൽ. ഇവിടെ 4, ഇവിടെ 3 വന്നു. 4 + 4 8. 4 + 3 + 3 ഇതാണ് നമ്മളുടെ എന്ത് ട്വൈസ് വരുന്നുണ്ടെന്നല്ലേ? സൈഡ്സ് ട്വൈസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പെരിമീറ്റർ 4 + 4 8, 8 + 3 9, 10, 11, 12, 13, 14 അല്ലേ? 14 നമുക്ക് എന്ത് കിട്ടി? പെരിമീറ്റർ കിട്ടി. അപ്പോൾ ഇവിടെ സൈഡുകളുടെ അളവ് എത്രയോ നമ്മളെടുത്തത് ശരിയാണ്. 3 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 4 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വന്നു അല്ലേ? അപ്പോൾ നമ്മളൊരു ഇത് നിങ്ങൾ സ്കെയിലിൽ സെൻറ്റിമീറ്റർ അളന്നിട്ട് വേണം കേട്ടോ വരയ്ക്കാൻ. 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ നീളത്തിലും 3 സെൻറ്റിമീറ്റർ ഹൈറ്റും എടുത്തിട്ട് വേണം വൃത്തിയിൽ വരയ്ക്കാൻ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഏരിയ വന്നിരിക്കുന്നത്. 16 സെൻറ്റിമീറ്റർ പെരിമീറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരും. 16 സെൻറ്റിമീറ്റർ എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര വരണം? നമുക്ക് 16 വരണം. ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ. ഈ ഒരു റെക്റ്റാങ്കിളിൽ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 12 കിട്ടണം. അപ്പോൾ ഇതിലേതോ ആണ് നമുക്ക് വരിക അല്ലേ? എന്തായാലും ഇത് വരാൻ പോണില്ല. അപ്പോൾ നമുക്ക് പെരിമീറ്റർ 14 ആണ് കിട്ടുക. ഇനി ഇത് നോക്കാം. 2 ഇൻറ്റു 6 നോക്കാം. 2 ഇൻറ്റു 6 12 ആണ്. ഇനി 4 സൈഡുകളും കൂടെ ആഡ് ചെയ്യുമ്പോൾ 16 കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ലെങ്ത്ത് 16 സെൻറ്റിമീറ്റർ എടുക്കാം, 6 സെൻറ്റിമീറ്റർ എടുക്കാം. ഹൈറ്റ് നമുക്ക് 2 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ 6 ഇൻറ്റു 2 12 ആണ്. അപ്പോൾ ഇവിടെ 6 വരും, ഇവിടെ 2 വരും. 6 + 6 എത്രയാണ്? ഇപ്പോൾ ഇവിടെ 2 വന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. വേറെ മെത്തേഡിൽ ഒന്ന് പിടിച്ച് നോക്കാം. 2 ഇൻറ്റു 6 + 2 ഇൻറ്റു 2. 2 ഇൻറ്റു 6 12 + 2 ഇൻറ്റു 2 4. 12 + 4 60. അപ്പോൾ അത് ആൻസർ കറക്റ്റാണ്. സൈഡുകൾ എടുത്തത് കറക്റ്റാണ്. 6 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 2 സെൻറ്റിമീറ്റർ ഹൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പെരിമീറ്റർ 16 കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. മനസ്സിലായോ എല്ലാവർക്കും? ഇനി അടുത്തത് നോക്കാം. 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ, 26 സെൻറ്റിമീറ്റർ പെരിമീറ്ററും വരുന്നുണ്ട്. പുതിയൊരു റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാം കേട്ടോ.
എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയൊരു റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാം. വരച്ചു. ഏരിയ എത്ര വരുന്നത്? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. പെരിമീറ്റർ 26 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതുമല്ല എന്ന് മനസ്സിലായി. കാരണം പെരിമീറ്റർ 4x3 വരുമ്പോൾ പെരിമീറ്റർ 14 വരുന്നത്, 2x6 വരുമ്പോൾ 16 വരുന്നത് പെരിമീറ്റർ. അപ്പോൾ നമുക്ക് ഇതാവാൻ ചാൻസ് ഉണ്ട്. 1x12 എടുത്ത് നോക്കാം. 1 സെൻറ്റിമീറ്റർ ഹൈറ്റും 12 സെൻറ്റിമീറ്റർ ലെങ്ത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാം? നമുക്ക് 1x12 12 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏരിയ കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെരിമീറ്റർ നോക്കാം. 12 ഇവിടെയും 1 വന്നു. അപ്പോൾ 2x12 പ്ലസ് 2x1 2 പ്രാവശ്യം 1 വന്നിട്ടുണ്ടല്ലോ. ഇവിടെ 2 1 വന്നിട്ടുണ്ട്, 2 12 വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. 2x12 24 പ്ലസ് 1x2 2 24 പ്ലസ് 2 26. നമുക്ക് കിട്ടിയില്ലേ? സൈഡ് കറക്റ്റ് അല്ലേ? 1 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 12 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉണ്ട്. മനസ്സിലായല്ലോ? ഇതുപോലെ 12 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നെടുത്ത് 1 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നെടുത്തിട്ട് വേണം നിങ്ങൾ റെക്റ്റാങ്കിൾ വൃത്തിയായി വരയ്ക്കാൻ. പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക, നീറ്റായിട്ട് വരയ്ക്കുക കേട്ടോ. അടുത്ത 4th 5 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 12 സെൻറ്റിമീറ്റർ പെരിമീറ്റർ. 5 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയും 12 സെൻറ്റിമീറ്റർ പെരിമീറ്ററുമാണ് തന്നിരിക്കുന്നത്. ഇത് ഡിലീറ്റ് ചെയ്ത് നമുക്കൊരു റെക്റ്റാങ്കിൾ വീണ്ടും നമ്മൾ വരയ്ക്കുന്നു. റെക്റ്റാങ്കിൾ വരച്ചു. 5 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടണം എന്ത് ഏരിയ. അപ്പോൾ 5ൻ്റെ ടേബിളിൽ 5 വരുന്നത് എങ്ങനെയാണ്? 1x5 5 5 അല്ലേ? വേറെ ഏതെങ്കിലും 5 വരുന്നുണ്ടോ? ഇല്ലല്ലോ, വരില്ല. 1x5. അപ്പോൾ നമ്മൾക്ക് പിടികിട്ടി ഇതന്നെ ആയിരിക്കും. 1 സെൻറ്റിമീറ്റർ ഹൈറ്റും 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും എടുത്ത് നോക്കുക. 5. സംശയം എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പെരിമീറ്റർ നിങ്ങൾ 4 സൈഡ് കൂടെ ആഡ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതാകുമ്പോൾ ഞാൻ എഴുതുന്നതാകുമ്പോൾ ഈ സിമ്പിൾ മെത്തേഡാണ്. നമുക്ക് 5 സെൻറ്റിമീറ്റർ ആണ് ഏരിയ എന്ന് നമുക്കറിയാം. അപ്പോൾ 1x5 5 ആണെന്ന് അറിയാം. ഇനി നമുക്ക് 12 സെൻറ്റിമീറ്റർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? 2x5 2 വരുന്നത് 5 ട്വൈസ് വരുന്നത് കൊണ്ടാണ് കേട്ടോ. 2 എന്ന് എഴുതുന്നത് പ്ലസ് 2x1 ട്വൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് 2x1 2x5 10 പ്ലസ് 1x2 2 ഈക്വൽ 10 പ്ലസ് 2 12. എന്ത് കിട്ടി? നമുക്ക് പെരിമീറ്റർ കറക്റ്റ് കിട്ടി. 12 സെൻറ്റിമീറ്റർ പെരിമീറ്റർ കിട്ടി. 1 സെൻറ്റിമീറ്റർ ഏരിയയും കിട്ടി. അപ്പോൾ നമ്മൾ സൈഡുകളുടെ അളവ് നോക്കൂ. 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 1 സെൻറ്റിമീറ്റർ ഹൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനോ 8 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് 12 സെൻറ്റിമീറ്റർ. 8 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ, പെരിമീറ്റർ ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. അപ്പോൾ 8 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 8 വരുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ്? 1x8 8, 2x4 8, പിന്നെ വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും വരിക. നമുക്ക് നോക്കാം. 2x4 എടുത്ത് നോക്കാം അല്ലേ? ഇത് ഡിലീറ്റ് ആക്കാം. ഈ റെക്റ്റാങ്കിളിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ എങ്ങനെ ചെയ്യാം? 2x4 എടുക്കുന്നത്. 2 സെൻറ്റിമീറ്റർ ഹൈറ്റും 4 സെൻറ്റിമീറ്റർ ലെങ്ത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 സൈഡും 4 സെൻറ്റിമീറ്ററാണ് വരിക. നിങ്ങൾ ഇത് വരയ്ക്കുന്ന സമയത്ത് അളന്നിട്ട് വരയ്ക്കണം കേട്ടോ. അത് കാര്യം ആദ്യം റഫായിട്ടൊന്ന് വരച്ച് നോക്കുക, എന്നിട്ട് മതി സ്കെയിലുകൊണ്ട് വരയ്ക്കുന്നത്. നമുക്ക് നോക്കാം. 4 എത്ര ടൈംസ് വരുന്നുണ്ട്? ട്വൈസ് ടൈംസ് വരുന്നുണ്ട് അല്ലേ? ട്വൈസ് ആയിട്ട് 4 വരുന്നുണ്ട്. അതുകൊണ്ട് 2x4 പ്ലസ് 2 എത്ര ടൈംസ് വരുന്നുണ്ട്? 2 ടൈംസ് വരും. ട്വൈസ് വരുന്നുണ്ട്. 2x2 2 2 പ്രാവശ്യം വരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ 4 2 പ്രാവശ്യം വരുന്നു. 4 2 പ്രാവശ്യം വരുന്നു. 2 2 പ്രാവശ്യം വരുന്നു എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഈ 2ഉം ഈ 2ഉം അല്ല കേട്ടോ. അതുപോലെ ശ്രദ്ധിക്കണം. 2x4 എത്രയാണ്? 8 പ്ലസ് 2x2 4. 8 പ്ലസ് 4 12. നമുക്ക്
പെരിമീറ്റർ കറക്റ്റായി, ഏരിയ കറക്റ്റായി കിട്ടി. അപ്പോൾ നമ്മളുടെ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ അളവുകളും നമുക്ക് കിട്ടി. 4 സെൻറ്റിമീറ്റർ ലെങ്ത്തും 2 സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ 9 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 9 വരുന്നത് എപ്പോഴൊക്കെയാണ്? 1 ഇൻറ്റു 9, 9, 3 ഇൻറ്റു 3, 9. പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും സിറ്റുവേഷനിൽ വരുന്നുണ്ടോ? ഇല്ല അല്ലേ? 3 ഇൻറ്റു 3, 9. നമുക്ക് എങ്ങനെയാണ് ഏകദേശം നമുക്കൊരു മനസ്സിലായി. 1 ഇൻറ്റു 9 അല്ല വരിക, 3 ഇൻറ്റു 3 ആണ് ഇതിൽ വരിക എന്നുള്ളത് നമുക്ക് ചെറിയൊരു പിടുത്തം കിട്ടിയില്ലേ? നമുക്ക് നോക്കാം. സിമ്പിളല്ലേ എല്ലാ പ്രോബ്ലംസും? സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് ചോദിക്കണം കേട്ടോ. നമുക്ക് 3 എടുത്ത് നോക്കാം. 3 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത്. ഇതൊരു എക്സാക്ട്ലി കറക്റ്റ് അളവല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മക്കളെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിലിൽ തന്നെ വരയ്ക്കണം. ആദ്യം റഫായിട്ട് ജസ്റ്റ് ഇതുപോലെ വരച്ചോളൂ. ആൻസർ എഴുതി ഹോംവർക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് സ്കെയിലിൽ അളവെടുത്ത് വരയ്ക്കണം കേട്ടോ. 3 ഇൻറ്റു 3, 9 ആണ് നമുക്കറിയാം. അപ്പോൾ ഏരിയ കറക്റ്റായിട്ട് കിട്ടി. 3 ഇൻറ്റു 3, 9 ഏരിയ കറക്റ്റായിട്ട് കിട്ടി. ഇനി 12 കിട്ടുന്നുണ്ടോ നോക്കണ്ടേ നമ്മളുടെ പെരിമീറ്റർ? ഈ സൈഡ് 3 ആയിരിക്കും, ഈ സൈഡും 3 ആയിരിക്കും. അപ്പോൾ ലെങ്ത്ത് 3 എത്ര ടൈംസ് വരുന്നുണ്ട്? 2 ടൈംസ് വരുന്നുണ്ട്. 2 ഇൻറ്റു 3 പ്ലസ് ഹൈറ്റ് 3 എത്ര ടൈംസ് വരുന്നുണ്ട്? 2 ടൈംസ് വരുന്നുണ്ട്. 2 ഇൻറ്റു 3, 2 3s are 6 പ്ലസ് 2 3s are 6, 6 പ്ലസ് 6 12. അപ്പോൾ നമ്മളുടെ പെരിമീറ്റർ കറക്റ്റായില്ലേ? ഏരിയ 9 കിട്ടിയില്ലേ? 3 ഇൻറ്റു 3 ഏരിയ 9 കിട്ടിയില്ലേ? അപ്പോൾ സൈഡ്സിൻ്റെ അളവുകളും കിട്ടിയല്ലോ. 3 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 3 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ക്വയറാണ്. അപ്പോൾ അല്ലേ, 4 സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറയുമ്പോൾ അതൊരു സ്ക്വയറാണ്. നമ്മൾ ജസ്റ്റ് ഒരു റഫായി വരച്ചു എന്നുള്ളൂ. സ്കെയിലിൽ അളവെടുത്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഒരു സ്ക്വയർ ആണ് കിട്ടുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നും വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനേക്കാളുപരി നിങ്ങളുടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മനസ്സിലായിട്ടില്ലെങ്കിൽ പറയുക, വീണ്ടും മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, ബൈ. ഇനി അടുത്ത പോർഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. ബൈ.